എൻ്റെ പേര് സോണിയ. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഡിസംബർ 9 2022 എനിക്ക് ഓസ്ട്രേലിയൻ വിസയ്ക്ക് വെച്ചിട്ട് ഭയങ്കര തടസ്സങ്ങളായിരുന്നു. സാധാരണ സ്റ്റുഡൻറ്റ് വിസ 2 വീക്ക് അല്ലെങ്കിൽ മാക്സിമം 3 വീക്കിനുള്ളിലൊക്കെ വരേണ്ടതാണ്. എനിക്ക് എന്താണെന്നറിയില്ല, 1 മാസം കഴിഞ്ഞു, 2 മാസം ആവാറായി, ഒരു റെസ്പോൺസ് അവരുടെ ഭാഗത്തു നിന്നില്ല. നമ്മൾ സൈറ്റിലൊക്കെ കയറി നോക്കിക്കഴിയുമ്പോൾ ഫർദർ അസിസ്റ്റൻസ് എന്നല്ലാതെ ഒരനക്കവും ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മാറി കാണുന്നില്ല. ഏജൻസീനെ വിളിച്ച് ചോദിച്ചു, അവർക്ക് റീസൺ എന്താണെന്ന് അറിയില്ല. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആദ്യമൊന്നും അത്ര കൃത്യമായിട്ട് പാലിച്ചില്ല. ഞാൻ പള്ളിയിലൊക്കെ പോകുമായിരുന്നു, എന്നാലും ഡെയിലി പോവുക അല്ലെങ്കിൽ ഡെയിലി പാലിക്കുക, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പാലിക്കലൊക്കെ അത്ര കുറവായിരുന്നു. അത് കഴിഞ്ഞിട്ട് വിസയ്ക്ക് വെച്ചപ്പോൾ നമുക്ക് എന്താ വരാത്ത, ഇത് റിജക്റ്റ് ആയോ? ഓക്കെ, ഞാൻ +2 കഴിഞ്ഞ സ്റ്റുഡൻ്റാണ്. ഞാൻ +2 കഴിഞ്ഞിട്ട് നീറ്റ് റിപ്പീറ്റ് ചെയ്തു, അതെനിക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ PTE എഴുതി, അതും കിട്ടി. അത് കഴിഞ്ഞിട്ടാണ് വിസയ്ക്ക് വെച്ചത്. അപ്പോൾ എല്ലാം സ്മൂത്തായിട്ട് പോയതുകൊണ്ട് ഞാൻ വിചാരിച്ചു സ്വാഭാവികമായിട്ടും ഇതും പെട്ടെന്ന് കിട്ടും, അധികം ടൈമൊന്നും എടുക്കില്ല എന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ കഴിഞ്ഞ് വെച്ച എൻ്റെ ഫ്രണ്ട്സിന് വരെ എല്ലാവർക്കും വന്നു. അവർക്കാരൊക്കെ മാസങ്ങൾക്ക് മുമ്പ് വെച്ച എൻ്റെ ഒരു അനക്കവും ഇല്ല. എന്താണ് വരാത്തതെന്ന് പോലും നമ്മൾ ഏജൻസിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അറിയില്ല, പ്രാർത്ഥിക്കും, ഞങ്ങൾക്ക് ഒരു റെസ്പോൺസും എംബസിയുടെ ഭാഗത്തുനിന്ന് കിട്ടണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും ഡിലേ ഒക്കെ ആയിക്കഴിഞ്ഞാൽ റിജക്ഷന് ഭയങ്കര സാധ്യതയാണ്. എൻ്റെ മുൻപിലാണെങ്കിൽ റിജക്ഷൻ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം നമ്മൾ ലോൺ എടുത്താണ് കാര്യങ്ങളൊക്കെ ഫീസൊക്കെ അടച്ചത്. അപ്പോൾ അത്രയും ഇതായി കഴിഞ്ഞപ്പോൾ ഞാനൊരു ദിവസം വീട്ടിൽ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോയ കൃപാസന മാതാവിൻ്റെ രൂപം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വീട്ടിലിരിപ്പുണ്ടായി. അതിനകത്ത് ഞാനൊരു പേപ്പർ എടുത്ത് എഴുതി. എനിക്ക് ജൂലൈ 3 ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ ജൂൺ 28 മുൻപായിട്ട് എനിക്ക് വിസ വരാണെങ്കിൽ ഞാൻ ഈ എഴുതി വെച്ചേക്കണ സാക്ഷ്യം ഇതുപോലെ ഞാൻ അമ്മയുടെ സന്നിധിയിൽ വന്ന് പറയാമെന്ന് ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തു. പക്ഷെ എനിക്ക് 28 മുമ്പ് തന്നെ വിസ വരണം. അപ്പോൾ അത് കഴിഞ്ഞ് 2 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ വിസയ്ക്ക് വെച്ചിട്ട് ഒരു റെസ്പോൺസും ഇല്ല, ഒരു അനക്കവും ഇല്ല, എന്താണ് നമ്മൾ ഏജൻസിയോട് ചോദിച്ചു, അവർക്കും അറിയില്ല. അപ്പോൾ അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, മാക്സിമം പോയി കഴിഞ്ഞാൽ 8 ദിവസം നിനക്ക് വിസ വരുമെന്ന് പറഞ്ഞു. അത് അച്ഛൻ പറഞ്ഞിട്ട് ഇന്ന് 6ാമത്തെ ദിവസമാണ്. 6ാമത്തെ ദിവസം എനിക്ക് വിസ വന്നു. ഞാൻ ആദ്യം പറയാൻ വന്നത് അമ്മയുടെ അടുത്താണ്. അമ്മയുടെ അടുത്ത് വന്നാണ് ഞാനിത് ആദ്യമായിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. 28 മുൻപ് വിസ വന്നോന്നാണ് ഞാൻ എഴുതിയും വെച്ചത്. ഇന്ന് 26 6 എനിക്ക് വിസ വന്നു. അപ്പോൾ പിന്നെ എനിക്ക് പ്രോസസ്സിങ്ങിൻ്റെ ഇടയിലൊക്കെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കാശ് രൂപം കൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് നടക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഇത്രയും വലിയൊരു അനുഗ്രഹം ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്തത് വൃദ്ധസദനങ്ങളൊക്കെ പോയി അവരുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യായിരുന്നു. പിന്നെ അവർക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കായിരുന്നു. പിന്നെ പത്രം ഞാൻ 4-5 കെട്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി ഹോസ്പിറ്റലുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു, 1 തന്നെ കൊടുക്കുമായിരുന്നു. പൊതിച്ചോറ് സ്റ്റാൻഡുകളിലും അവിടെ ഭിക്ഷക്കാരെയൊക്കെ കാണുമ്പോൾ അവർക്ക് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റാവുന്ന, പിന്നെ ഉപവാസം എടുക്കും, പിന്നെ ധ്യാനത്തിലൊക്കെ കൃത്യമായിട്ട് പങ്കെടുക്കും. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റാവുന്ന മാക്സിമം കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്തു. പള്ളിയിൽ ആദ്യമൊന്നും ഞാൻ അങ്ങനെ ഡെയിലി പോകുന്ന ആളല്ല. ഉടമ്പടി എടുത്തിട്ടും അങ്ങനെ എല്ലാ ദിവസം പോലൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ഞാൻ എല്ലാ ദിവസവും പോകാൻ തുടങ്ങി. പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം ടൈം കണ്ടെത്തി ഞാൻ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കും ഈ പകൽ സമയങ്ങളിലൊക്കെ. പിന്നെ ബൈബിളൊക്കെ കൃത്യമായിട്ട് 1/2 മണിക്കൂർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വായിക്കാൻ തുടങ്ങി. ജപമാല ചൊല്ലും, വിശ്വാസ പ്രമാണം ചൊല്ലും, അങ്ങനെയൊക്കെ ചൊല്ലി സ്മൂത്തായിട്ട് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് കൊണ്ടുപോയപ്പോൾ പിന്നെ ഞാൻ അത് കഴിഞ്ഞാണ് പരിശുദ്ധ അമ്മയ്ക്ക് ലെറ്റർ എഴുതി വെച്ചതും. അതായത് ഞാൻ എഴുതി വെച്ച ലെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള സാക്ഷ്യം, ഞാൻ ഇങ്ങനെ തന്നെ ഈ സാക്ഷ്യം കൃപാസന അൾത്താരയിൽ ഒന്ന് പറയും എന്ന് എഴുതി വെച്ചിട്ടാണ് ഞാൻ സാക്ഷ്യം എഴുതിയത്. അങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്കിന്ന് വിസ വന്നു. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 19-ാം തിരുവചനമാണ്. +2 ശേഷം നീറ്റ് എക്സാമും ഓസ്ട്രേലിയയ്ക്ക് പോകാനുള്ള PTE ഇതൊക്കെ വളരെ പെട്ടെന്ന് പാസ്സായപ്പോൾ ജോണി തൻ്റെ കഴിവിൽ ഇതെല്ലാം മുൻപോട്ട് പോകും എന്ന് ആ ഒരു കോൺഫിഡൻസോ ഓവർ കോൺഫിഡൻസോ ഒക്കെ ആയി ആ മകൾ അങ്ങനെ മുമ്പോട്ട് പോയി. വിസയ്ക്ക് വെച്ചിട്ട് വിസയെക്കുറിച്ച് പിന്നീട് ഒന്നുമില്ല. 2 മാസത്തോളമായി യാതൊരു ഇൻഫോർമേഷനും വരുന്നില്ല. അതിനിടയ്ക്ക് ഫീസൊക്കെ കെട്ടി, ലോണൊക്കെ എടുത്താണ് ഫീസ് കെട്ടിയത്. അപ്പോൾ ഇനിയും വിസ വന്നില്ലെങ്കിൽ അതെല്ലാം പിന്നെ ലോൺ എടുത്തവർക്ക് തിരിച്ചടയ്ക്കണം. അങ്ങനെയുള്ള
വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ പിന്നീട് ഈ മകൾ ഉടമ്പടി എടുക്കുന്നു. എന്നാൽ ആദ്യമൊന്നും ആ ഉടമ്പടി അത്ര നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയില്ല എന്ന് സോണിയ തന്നെ പറഞ്ഞു. പിന്നീട് ഉടമ്പടി ജീവിക്കാൻ തുടങ്ങി. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഈ മകൾ ചെയ്യാൻ തുടങ്ങി. ഉടമ്പടി ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പദ്ധതിയാണെന്ന് ഈ മകൾ തൻ്റെ ജീവിത വഴികളിലൂടെ അങ്ങനെ അങ്ങ് വിശ്വസിച്ച് ജീവിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഫലമായിട്ട് എങ്ങനെയാണ് ആ മകൾക്ക് പിന്നീട് വിസ വരുന്നതും ഇന്ന്, അതായത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്ന് കാണുന്നു. അച്ഛൻ 8 ദിവസമാണ് പറഞ്ഞത്. 8 ദിവസം എന്ന് പറയുമ്പോൾ 6ാമത്തെ ദിവസം തന്നെ ഇന്ന് വിസ വരികയാണ്. ഇന്ന് ഇവിടെ വന്ന് അമ്മയോടാണ് ആദ്യമേ ഇത് പറയുന്നത്. പരിശുദ്ധ അമ്മയോട് പറഞ്ഞതിന് ശേഷമേ മറ്റുള്ള ആരോടും പറയുകയുള്ളൂ എന്നാണ് ഈ മകളെടുത്തിരുന്ന തീരുമാനം. അതിനു മുൻപേ തൻ്റെ വീട്ടിൽ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന് മുൻപിൽ ഈ മകൾ സാക്ഷ്യം എഴുതി വെച്ചു. എനിക്ക് 28-ാം തീയതിക്ക് മുൻപ്, ജൂൺ 28-ന് മുൻപ് എനിക്ക് വിസ കിട്ടണം. വിസ കിട്ടിയാൽ ഞാൻ അത് ഈ രീതിയിലായിരിക്കും ഞാൻ അവിടെ വന്ന് സാക്ഷ്യം പറയുക. ആ സാക്ഷ്യം ഈ മകൾ എഴുതി വെച്ചു. അങ്ങനെയാണ് പിന്നീട് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുന്നതും ഈ മകൾക്ക് ഇന്ന് വിസ വന്നതിൻ്റെ സാക്ഷ്യം ഇവിടെ പറയുന്നതും. അപ്പോൾ വൃദ്ധസദനങ്ങളിലും ഒക്കെ പോയി അവർക്ക് വേണ്ടി സമയമെടുക്കുന്നു. അവരോട് ഒപ്പം സമയം ചിലവഴിക്കുകയും പൊതിച്ചോറ് ഹോസ്പിറ്റലിൽ പോയി കൊടുക്കുന്നു. കൃപാസന പത്രം ഹോസ്പിറ്റലുകളിലും അതുപോലെ വൃദ്ധസദനങ്ങളിലുമൊക്കെ ആയിട്ട് കൃപാസന പത്രം കൊടുക്കുന്നു. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു. ജപമാല, അതായത് ഈ മകൾ സിസ്റ്ററിനോട് പറഞ്ഞു, പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേക സമയമൊന്നും പിന്നീടില്ല, എപ്പോഴും പ്രാർത്ഥന തന്നെ. കൊന്തയും ഒക്കെ ആയിട്ട് ഈ മകൾ അങ്ങനെ തൻ്റെ വീട്ടിലാണെങ്കിലും എപ്പോഴും പ്രാർത്ഥന. ഇനി അമ്മയല്ലാതെ വേറെ ആർക്കും എന്നെ സഹായിക്കാൻ സാധ്യമല്ല എന്ന തിരിച്ചറിവ് കിട്ടുകയാണ്. ആ തിരിച്ചറിവായിരുന്നു ഈ മകളുടെ ഏറ്റവും വലിയ അറിവ്. അത് പരിശുദ്ധാത്മാവാണ് നമുക്ക് നൽകുന്നത്. അങ്ങനെ നമുക്ക് തെറ്റിപ്പോകുന്ന സാഹചര്യങ്ങളിൽ തിരിച്ചറിവ് കിട്ടി നാം അതിനോട് യോജിച്ച്, അതായത് ആ ബോധ്യങ്ങളിൽ ഉറച്ചു നിന്ന് പിന്നീട് ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ കൃപകൾ വർഷിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നാണ് നമുക്ക് മനസ്സിലാവുക. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ ഐശ്വര്യം ആസ്വദിക്കുമെന്ന് തിരുവചനം പറയുന്നു. അതുപോലെ ഈ മകള് ഈ ജൂൺ മാസത്തിൽ ഇനിയും വിസ മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ഈ മകൾക്ക് ജൂലൈ മാസത്തിലെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. ആണോ? ജൂലൈ 3-ന് ക്ലാസ് തുടങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മകൾ ഇത്രയേറെ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോയി തൻ്റെ കാര്യം അമ്മയോട് പറഞ്ഞ് അമ്മയുടെ അടുത്ത് നിന്ന് അത് മേടിച്ചെടുക്കുന്നു എന്ന് വേണം നമുക്ക് പറയുവാൻ. തൻ്റെ ജീവിതത്തിൽ ഈ മകൾ ഉടമ്പടി ജീവിച്ച് വാങ്ങിച്ചെടുക്കുകയാണ്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.